സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു സന്ദേശത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 14, 26 തിരുവചനം. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാവും. യഹോവ ഭക്തി ജീവൻ്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 14 അധ്യായം 26, 27 തിരുവചനങ്ങളിൽ നമുക്കും നമ്മുടെ തലമുറകൾക്കും അഥവാ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൽ ശരണം അഥവാ ആശ്രയം കണ്ടെത്തുവാൻ, ദൈവഭക്തിയിൽ ബലപ്പെടുവാൻ ആവശ്യമായിരിക്കുന്ന ഉപദേശമാണ് നാം ഇവിടെ കാണുന്നത്. ദൈവഭക്തനായിരിക്കുക എന്നാൽ ശ്രേഷ്ഠമായ ഒരു നന്മയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവനെയും ശ്വാസത്തെയും സർവത്തെയും പരിപാലിക്കുന്ന, നിയന്ത്രിക്കുന്ന, നമുക്ക് സമസ്തവും നൽകുന്ന സർവശക്തനായ ദൈവം, ആ ദൈവത്തിലുള്ള ഭക്തി നമ്മെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവവിശ്വാസത്തിൽ നടക്കുവാൻ, ദൈവഭയത്തിൽ നടക്കുവാൻ പ്രേരിപ്പിക്കും. ഈ ദൈവഭക്തി വിട്ടുപിരിഞ്ഞുള്ള ജീവിതം, അത് എത്ര ഭവനങ്ങളെ അഥവാ ഭവനങ്ങളിലുള്ള കുടുംബങ്ങളെ, അവരുടെ പ്രിയപ്പെട്ടവരെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ വിനാശത്തിൻ്റെയും പിന്നിൽ ഒരു അഭക്തി നിഴലിച്ച് കാണാം. ഒരു ദൈവഭയമില്ലാത്ത അവസ്ഥ തെളിഞ്ഞു കാണാം. എന്നാൽ പലരുടെയും നാശത്തിന് പിന്നിലുള്ള ഈ വക സത്യങ്ങളൊന്നും തിരയാറില്ല. നാം നശിച്ചു പോകാതിരിക്കുവാൻ, നാം മാത്രമല്ല നമ്മുടെ തലമുറകളും നശിച്ചു പോകാതിരിക്കുവാൻ നമുക്കാവശ്യം ദൈവഭയമാണ്, ദൈവഭക്തിയാണ്, ദൈവ സ്നേഹമാണ്, ദൈവാശ്രയമാണ്. ഇത്രയും കൈമുതലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മനുഷ്യന് രക്ഷയുണ്ടാവും, നിത്യജീവനുണ്ടാവും, ദൈവകൃപ അനുഭവിപ്പാൻ ഇടയാകും. ആ മനുഷ്യന് മാത്രമല്ല, ആ മനുഷ്യൻ്റെ തലമുറയ്ക്കും കൂടെ ഈ നന്മ പിന്തുടർച്ച അവകാശിയായി ലഭിക്കുവാനിടയാവും. രണ്ടാമതായി നാം വായിച്ച് കേട്ട വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവഭക്തി ജീവൻ്റെ ഉറവയാകുന്നു എന്നാണ്. നമുക്ക് ജീവൻ വേണം. ആ ജീവൻ വരുന്നത് ജീവൻ്റെ ഉറവയിൽ നിന്നാണ്. ആ ജീവൻ്റെ ഉറവ ക്രിസ്തുവാണ്, യേശുവാണ്, ദൈവമാണ്. വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശു പറഞ്ഞ ആ സത്യത്തിൽ, ആ 3 കാര്യങ്ങളിൽ ഒന്ന് യേശു ജീവനാകുന്നു എന്നുള്ളതാണ്. ആ യേശുവിൻ്റെ, ആ ക്രിസ്തുവിൻ്റെ, ആ ദൈവത്തിൻ്റെ ജീവനാണ് എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നത്. ആ ജീവൻ സമൃദ്ധിയായി വളരുവാൻ ആ ദൈവത്തെ
നാം മുറുകെ പിടിക്കണം. ആമേൻ.